ഞാൻ വന്നിരിക്ക് നമ്മുടെ ഒരു റിവ്യൂർ ഉണ്ട് അശ്വിൻ കുക്ക് എന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ റിവ്യൂ ഒന്നും അങ്ങനെ കാണാറില്ല, ഇപ്പോഴല്ല നേരത്തെ കാണാറില്ല. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ റിവ്യൂ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹം പറയുന്നതൊക്കെ ജനുവാണ്. പിന്നെ അതായത് നമ്മൾ അദ്ദേഹം പറഞ്ഞ റിവ്യൂ പറഞ്ഞ പടം നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിച്ചത് അത് തന്നെ അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം സിനിമ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് 100, 150, 200 കൊടുത്ത് പടം കണ്ടിട്ട് അത് ആ നടനോടോ ആ സംവിധാനോടോ പ്രൊഡ്യൂസറോ വെറുപ്പുണ്ടായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിനകത്ത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. അല്ലാതെ അവരോടുള്ള വെറുപ്പുകൊണ്ട് പറയാനൊന്നുമില്ല. അദ്ദേഹം നല്ല പടം എന്ന് പറഞ്ഞത് പൊട്ടിയിട്ടുമുണ്ട്, പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ വിജയിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് തന്നെ പോയിട്ടുമുണ്ട്, പൊട്ടാന്ന് പറഞ്ഞാൽ പൊട്ടായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചൊന്നും മലയാള സിനിമ തകർക്കാനും പറ്റത്തില്ല. അദ്ദേഹമല്ല, ഈ കേരളത്തിൽ ഒരു രീതിയിൽ വിചാരിച്ചാലും ഒരു മലയാള സിനിമ തകർക്കാൻ പറ്റത്തില്ല, മലയാള സിനിമ പൊട്ടിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ തോന്നലാണ്. ഇവരൊക്കെ ഇന്നലെയല്ലേ വന്ന റിവ്യൂരൊക്കെ, ഇതിനു മുമ്പൊന്നും മലയാള സിനിമയ്ക്ക് റിവ്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പം പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ആൾക്കാർ തീർത്ത് തന്നെ പോയി കണ്ടിരിക്കും. ആ പടം ഇഷ്ടപ്പെട്ട തന്നെ ജനങ്ങൾ പറയും. ഇഷ്ടപ്പെടാത്തവരാണ് അവര് കാണാത്തതും തീർത്തി പോകാത്തതും പടം തീർത്തിൽ ഓടാത്തതും മാഷോട്ടായി പോകുന്നത്. അല്ലാതെ റിവ്യൂ വിചാരിച്ചുകൊണ്ടൊന്നും പടം പൊട്ടുന്നതല്ല, അവർ വിചാരിച്ച് പൊട്ടിക്കുന്നതല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഈ സിനിമാക്കാരോട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നിങ്ങൾ നല്ല പടം ഇറക്കി കാണിക്കുക, നല്ല കിട്ടിന പടം ഇറക്കി കാണിക്കുക. ആ പടത്തിന് ആരും കുറ്റം പറയത്തില്ല. ആ പടം വിജയിച്ചിട്ടുണ്ട്, നല്ല പടങ്ങളൊക്കെ തീർത്തിൽ ഓടിയിട്ടുണ്ട്. അതാദ്യം മനസ്സിൽ. ഇപ്പൊ ഒരു പടം ഇറങ്ങി ഹിറ്റായി, 95% ഹിറ്റായ ഒരു പടമാണ്. അതിന് അശ്വിൻകുക്ക് കുറ്റം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തനായി കുറ്റം പറയാം, അല്ലാതെ വ്യക്തിപരമായിട്ട് പറയുന്നില്ലായിരിക്കും. പക്ഷെ പടം തീർത്തിൽ ഓടുന്നില്ലേ, കളക്ഷൻ കിട്ടുന്നില്ലേ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം പെട്രീനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ കണ്ട ഐഡിയ ഒക്കെ തന്നെ ഞാൻ വിചാരിച്ചൊക്കെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ്. പള്ളിച്ചട്ടനെ കുറിച്ചും പറഞ്ഞ അതൊക്കെ തന്നെ. അതായത് നമ്മൾ ആഗ്രഹിച്ച് എന്ത് പോകണോ ആ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും സ്ക്രീനിൽ കാണുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ പണം വരുന്നില്ല. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അതാണ് റിവ്യൂ. അത് അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഏത് പടം പൊട്ടിയാലും ഓൺലൈൻ ചാനലുകാർ ആ നടനോടെ പ്രൊഡ്യൂസർ സംവിധാനം ചോദിക്കുന്നത് അല്ലെ അതിനകത്ത് അഭിനയിച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അശ്വിൻകുക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഒന്ന് അശ്വിൻകുക്കിനെ കുറ്റം പറഞ്ഞ ഈ നടന്മാരും നടിമാരും എല്ലാം കൂടി അശ്വിൻകുക്കിനെ കുറ്റം പറയും. അവരോടൊക്കെ നാളെ നല്ലൊരു സിനിമ ഇറക്കി വെച്ചിട്ട് പളപളാതെ പറയാനുള്ളൂ. അല്ലെ ഒരു റിവ്യൂറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ റിവ്യൂറെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഒരു നടിയെ തകർക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നല്ല റിവ്യൂ. അത് ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം മനഃപൂർവ്വം പൊട്ടിക്കാണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതാണ് പറയുന്നത്. അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട്. തീർച്ച റെസ്പോൺസ് ആണെങ്കിലും പിന്നെ റിവ്യൂ ചെയ്യുന്നവരാളും അവര് പറയുന്ന അവര് കണ്ട കാഴ്ചയാണ് അവർ പറയുന്നത്. നല്ല പടമാണ് അവർ കുറ്റം പറയത്തില്ല. നല്ല പടങ്ങൾ തീർത്തിൽ ഓടിയിട്ടില്ലേ, വിജയിച്ചിട്ടില്ലേ. അപ്പൊ ചെറിയ നടന്മാരുടെ പടമൊക്കെ ചിലപ്പം ആദ്യമൊക്കെ ഓടത്തില്ല, കാരണം പമ്മി ഓടി പിന്നെ മൗത്ത് പബ്ലിസിറ്റി വേണം ഹിറ്റായി പോണേ. അപ്പോഴും മൗത്ത് പബ്ലിസിറ്റി ഹിറ്റ് ആകുമ്പോഴും ആള് കയറുന്നില്ലേ. അപ്പൊ നടന്മാരെ അവിടെ നോക്കുന്നുണ്ടോ, അല്ല സംവിധാനം നോക്കുന്നു, ഒന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് അവർ പടം കിടക്കുന്നത്. വലിയ നടന്മാർക്ക് പറഞ്ഞാൽ ആദ്യം തന്നെ പബ്ലിസിറ്റി ഉണ്ടാണ്, ആദ്യം തന്നെ പടത്തിന് ആള് വരും. ചിലപ്പം നല്ലതാണ് ഓടും, കൊള്ളത്തില്ല, ഓടത്തില്ല. അപ്പാണ് ഇതിനുള്ള വ്യത്യാസം. അല്ലാതെ അശോക് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചില്ലോ കേരളത്തിലുള്ള ഇത് റിവ്യൂ വിചാരിച്ചാലും പടം പൊട്ടിക്കാൻ പറ്റത്തില്ല. എന്നെ പറഞ്ഞു അശോക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് അശോകനെ എല്ലാം പേടിക്കുന്നു. എന്തിനാ നിങ്ങൾ അശോകനെ പേടിക്കുന്നത്? അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാ. നിങ്ങൾ നല്ല പടം ഇറക്കി കാണിക്കും, നല്ല സ്ക്രിപ്റ്റ് ഉള്ളതും നല്ല തിരക്കഥ, അത് നല്ല അഭിനയ, നല്ല നടിമാർ നല്ല രീതിയിൽ പെർഫോമൻസ് കാണണം, പിന്നെ സ്റ്റോറി നല്ലതായിരിക്കണം, ഡയറക്ഷൻ നല്ലതായിരിക്കണം, മേക്കിംഗ് എല്ലാം കൊണ്ട് പൊളി, ക്യാമറ എല്ലാം പൊളിയായി വരുമ്പോൾ പടം നല്ലതായിരിക്കും, കാണാൻ രസമായിരിക്കും. അല്ല ഇത് നിങ്ങൾ മാസ പടം കമേഴ്ഷ്യൽ പടം വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് വിളംബരം ചെയ്ത് ഇറക്കി വിട്ടിട്ട് ഇവിടെ നമ്മൾ തീർത്ത് വലിയ ഭയങ്കര പ്രതീക്ഷയോടെ വന്ന് ഇരിക്കുമ്പോൾ അത് മാസം ഇല്ല, ആക്ഷൻ ഇല്ല, ഇടി കൂട്ടൊരു തള്ളു പോലും ഇല്ല, പിന്നെ ഒരു ഡയലോഗ് ഇല്ല, ഭയങ്കര ലാഗ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പടത്തെ ഇഷ്ടപ്പെടാൻ വരുന്നത്. ഇത്രയും വലിയ പബ്ലിസിറ്റി കൊടുത്ത് നമ്മൾ കയറിയത് വലിയ പ്രതീക്ഷ ഇരുന്നിങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷ സ്ഥലത്ത് വരാതിരിക്കുമ്പോൾ നമുക്ക് പടം ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയും. അതായത് ഈ റിവ്യൂടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കയ്യക്ഷരം കൊള്ളാതെ വേനെ കുറ്റം പറയുക, മരം വെട്ടാറിയാതെ കൊടാലിയെ കുറ്റം പറയുക. ആ ഒരു അവസ്ഥ ഇപ്പൊ മലയാള സിനിമയിലെ നടന്മാരെ കാണിക്കുന്നത്. ഏത് പടം പൊട്ടിയാലും അശോകനെ അറിയിക്കുക കുറെ ചാനലുകളും ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറെ നടന്മാരും നടിമാരുണ്ട്. എന്തിനാ അശോകനെ പേടിക്കുന്നത്? ഇവരുടെ പടം മോശമായിട്ടാണ് പൊട്ടപ്പടാകുന്നത്. അതിന് അശോകക്ക് വിചാരിച്ചിട്ടുണ്ടോ നല്ല പടം പൊട്ടമാകുന്നത്? അശോകക്ക് വിചാരിച്ചിട്ടുണ്ടോ നല്ല ആൾക്കാർ തീർത്തി കയറാതെ. അശോകക്ക് എത്ര പൊട്ടപ്പടാന്ന് പറഞ്ഞാലും നല്ല പടമാണ് തീർത്തിൽ ഓടുന്നെങ്കിൽ ആ പടത്തെ കുറിച്ച് എത്ര പൊട്ട അഭിപ്രായം അശോകക്ക് പറഞ്ഞാലും ആ പടം കാണാൻ ആൾക്കാർ പോയിരിക്കും. സിനിമയെ സ്നേഹിക്കുന്നതും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, സ്ക്രീനിൽ അവർ എന്താ കാണിച്ച് വെച്ചിരിക്കുന്ന അറിയാൻ വേണ്ടി കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവർ പോയിരിക്കും. അശോകക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ തകർക്കാൻ നോക്കിയാലും. അതാണ് സിനിമാ പ്രേമികൾ. അത് കേരളത്തിലുണ്ട്, കേരളത്തിൽ അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ഈ സ്വഭാവം. അതുകൊണ്ട് പൊട്ടപ്പടാണ്ടാണ് പൊട്ടപ്പട ആകുന്നത്, നല്ല പടമാണ് നല്ലതാണെന്ന് വിജയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി. പടം മോശമായിട്ട് തന്നെ നിങ്ങളാണ് ഒരു പടം കണ്ടിട്ട് സത്യസാധന റിവ്യൂ പറഞ്ഞു ചോദിക്കുക, ആ പടം നിങ്ങൾ തന്നെ പറയത്തില്ലേ? എന്തിന് നിങ്ങൾ ഈ പടമൊക്കെ നിങ്ങളുടെ പടം കാണത്തില്ല? നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഈ പടം നല്ലതാണ് ചീത്തയാണ്? അത് കാക്കയ്ക്ക് തങ്കുഞ്ഞു പൊൻകുഞ്ഞു പറയണമെങ്കിൽ നിങ്ങളുടെ പടമായിട്ട് നിങ്ങൾ കുറ്റം പറയാതിരിക്കുന്നതാണ്. നിങ്ങളുടെ പടമായിട്ട് കുറ്റം പറയാത്തതാണോ?
നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഈ പടങ്ങൾ കണ്ടപ്പോൾ ഇത് വിജയിക്കാതിരിക്കോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ നിങ്ങൾ തോന്നുന്നില്ലേ? അപ്പൊ ആൾക്കാരൊക്കെ ടേസ്റ്റ് വെച്ച് പറയാൻ ഇറക്കി വിടുക. അല്ലാത്ത പക്ഷെ പടം പൊട്ടിപ്പോവും. അതിന് റിവ്യൂരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും നെഞ്ചത്ത് കുതിര കയറിയിട്ട് കാര്യമില്ല.